നമസ്കാരം. പയസ്റ്റൻ ഐറ്റിയുടെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻ്റ് ആണ് കണ്ടത്. അതിൻ്റെ പാർട്ട് 1 അതിൽ നമ്മൾ കണ്ടത് SCR, അതിൻ്റെ പ്രവർത്തനങ്ങൾ, അഡ്വാൻറ്റേജ്, ഡിസഡ്വാൻറ്റേജ്, ആപ്ലിക്കേഷൻ മുതലായവയൊക്കെയാണ്. ഇത് അതിൻ്റെ രണ്ടാമത്തെ ഒരു പാർട്ട് 2 ആയിട്ട് ഞാൻ എടുത്തേക്കാണ്. അതായത് പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻ്റ് പാർട്ട് 2 എന്നും പറഞ്ഞു. അതിലെന്തൊക്കെയാണ് മെയിൻലി നമ്മൾ കാണുന്നത്? ഡയാക്ക്, ട്രയാക്ക് എന്നീ രണ്ട് കമ്പോണൻറ്റുകളെ പറ്റി. ഏതൊക്കെയാണ്? ഡയാക്ക്, ട്രയാക്ക്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഡയാക്ക്. ഡയാക്ക് അതൊരു ഷോർട്ട് ഫോമാണ്. എന്താണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് ചോദിച്ചാൽ ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. അതായത് D ഫോർ ഡയോഡ്, A ഫോർ ഓൾട്ടർനേറ്റിംഗ്, C ഫോർ കറണ്ട്. അതായത് ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നതാണ് അതിൻ്റെ മുഴുവൻ രൂപം, ഫുൾ രൂപം. ഡയാക്കിൻ്റെ പൂർണ്ണ രൂപം ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്നുള്ളതാണ്. അപ്പോൾ എന്താണ് ഡയാക്ക്? എന്താണ് നമുക്ക് നോക്കാം. ദ ഡയാക്ക് ഈസ് എ ബൈഡയറക്ഷണൽ സെമി കണ്ടക്ടർ സ്വിച്ച് ദാറ്റ് ക്യാൻ ബി സ്വിച്ച്ഡ് ഓൺ ഇൻ ബോത്ത് പൊളാരിറ്റീസ്. അതായത് ഡയാക്ക് എന്ന് പറയുന്നത് ഒരു ബൈഡയറക്ഷനിലാണ്. ബൈഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് ഡയറക്ഷനിലേക്കും പോകുന്ന ഒരു സെമി കണ്ടക്ടറായിട്ടുള്ളൊരു സ്വിച്ചാണ്. ബൈഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് ഡയറക്ഷനിലേക്കും നമുക്കതിനെ സ്വിച്ച് ചെയ്യപ്പെടാൻ കഴിയും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഡയാക്ക് ഈസ് എ ബൈഡയറക്ഷണൽ സെമി കണ്ടക്ടർ സ്വിച്ച് ദാറ്റ് ക്യാൻ ബി സ്വിച്ച്ഡ് ഓൺ ഇൻ ബോത്ത് പൊളാരിറ്റീസ്. അതായത് രണ്ട് പൊളാരിറ്റിയിലും ഒരേപോലെ സ്വിച്ച് ചെയ്യാൻ കഴിവുള്ള ഒരു സെമി കണ്ടക്ടർ ഡിവൈസാണ് ഏത്? ഡയാക്ക്. The full form of the name ഡയാക്ക് is the diode alternating current. Full form എന്താണ്? ഡയോഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഡയാക്ക് is connected back to back using two സെനഡയോഡ്സ്. ആൻഡ് ഡയോഡിനെ നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? അതായത് രണ്ട് സെനഡയോഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത രീതിയിൽ നിർമ്മിച്ചെടുക്കാൻ സാധിക്കുമെങ്കിൽ അത് ഏത് രൂപത്തിലാകും? ഡയാക്കിൻ്റെ കൺസ്ട്രക്ഷൻ ആയിത്തീരും. And the main application of this diac is it is widely used to help even activating of a triac when used in AC switches, dimmer application and starter circuit for fluorescent lamp. അതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും ട്രയാക്കിനെ നമ്മൾ അടുത്ത പഠിക്കാൻ പോകുന്നൊരു കമ്പോണൻ്റ് ആണ് ട്രയാക്ക്. ട്രയാക്കിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഡയാക്ക് ഉപയോഗിച്ച്. അതാണ് ഇതിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻ. അതുകൂടാതെ തന്നെ AC സ്വിച്ചുകളിൽ നമ്മൾക്ക് ഉപയോഗിക്കാം. അതായത് സ്റ്റാർട്ടർ സർക്യൂട്ടിലൊക്കെ ഡിമ്മർ ആപ്ലിക്കേഷൻ ഉപയോഗിക്കാം. അതായത് ഫ്ലൂറസെൻറ്റ് ലാമ്പുകളിലൊക്കെ സ്റ്റാർട്ടർ സർക്യൂട്ടുകളിലൊക്കെ നമുക്ക് ഏതിനെ ഉപയോഗിക്കാം? ഡയാക്കിനെ ഉപയോഗിക്കാം. അപ്പോൾ ആദ്യത്തെ കമ്പോണൻ്റാണ് ഡയാക്ക്. പൂർണ്ണ രൂപം എന്ന് പറഞ്ഞാൽ ഡയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെങ്കിൽ ഡയോഡ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് വിളിക്കാം. നമ്മൾ രണ്ട് സെനഡയോഡിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്ത രീതിയിലായത് ഡയാക്കിൻ്റെ സ്ട്രക്ചറാവും അല്ലെങ്കിൽ ഡയാക്കിൻ്റെ ഘടനയാവും. അടുത്ത ഇതിൻ്റെ പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ട്രയാക്കിനെ ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഫ്ലൂറസെൻറ്റ് ലാമ്പുകളിലൊക്കെ സ്റ്റാർട്ടർ സർക്യൂട്ടുകളിൽ ഉപയോഗിക്കാം. പിന്നെ AC സ്വിച്ചുകളിലൊക്കെ നമുക്ക് ഡയാക്കിനെ ഉപയോഗിക്കാം. ഈ ഡയാക്കിൻ്റെ ഒരു സിമ്പലാണ് ഇവിടെ കാണിച്ചേക്കുന്നത്. ആനോഡും ഉണ്ട്, കാഥോഡും ഉണ്ട്. അടുത്ത് എന്താണ് ഡയാക്കിൻ്റെ കൺസ്ട്രക്ഷൻ? എങ്ങനെ നമുക്കൊരു ഡയാക്കിനെ നിർമ്മിച്ചെടുക്കാം? ബേസിക്കലി ദ ഡയാക്ക് ഈസ് എ 2 ടെർമിനൽ ഡിവൈസ്. നമ്മൾ കണ്ടാണ് 2 ടെർമിനലേ ഉള്ളൂ ഡയാക്കിന്. ഈ ഫിഗർ നമ്മൾ കണ്ടു. ആനോഡ് 1, ആനോഡ് 2 എന്ന് പറയുന്ന 2 ടെർമിനലേ ഉള്ളൂ. അപ്പോൾ ഡയാക്ക് ഈസ് എ 2 ടെർമിനൽ ഡിവൈസ്. It is a combination of parallel semiconductor layers that allows activating in one direction. അതായത് it is a combination of parallel semiconductor layer. അതായത് പാരലായിട്ട് സ്ഥാപിച്ചിരിക്കുന്ന സെമി കണ്ടക്ടറുകളുടെ ഒരു ലെയർ, അതിൻ്റെ ഒരു കൂട്ടമാണ്, അതിൻ്റെ ഒരു കോമ്പിനേഷനാണ്. പക്ഷേ ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലായിരിക്കും. ദിസ് ഡിവൈസ് ഈസ് യൂസ്ഡ് ടു ആക്ടിവേറ്റിംഗ് ഡിവൈസസ് ഫോർ ദ ട്രയാക്ക്. അതായത് ട്രയാക്കുമായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഡിവൈസുകളൊക്കെ നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാനായിട്ടാണ് പ്രധാനമായിട്ടും ഡയാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. ദ ബേസിക് കൺസ്ട്രക്ഷൻ ഓഫ് ഡയാക്ക് കൺസിസ്റ്റ് ഓഫ് 2 terminals, namely MT1 ആൻഡ് MT2. അതായത് ഡയാക്കിൻ്റെ ബേസിക് കൺസ്ട്രക്ഷൻ നോക്കുമ്പോഴത്തേക്ക് 2 ടെർമിനലാണ്, MT1 ആൻഡ് MT2. അതായത് മെയിൻ ടെർമിനൽ 1 ആൻഡ് മെയിൻ ടെർമിനൽ 2 എന്നുള്ളതാണ്. When the MT1 terminal is designed positive with respect to the terminal MT2, the transmission will take place to the PNPN structure, that is another 4-layer diode.
അതായത് സാധാരണ നമ്മൾ നിർമ്മിക്കുമ്പോൾ MD1 MD2വിനെ അപേക്ഷിച്ച് MD1 പോസിറ്റീവായിട്ടാണ് നമ്മൾ കൂടുതൽ ഒന്നുകൂടെ പോസിറ്റീവായിട്ടായിരിക്കും നമ്മൾ നിർമ്മിക്കുന്നത്. ആൻഡ് ട്രാൻസ്മിഷൻ വിൽ ടേക്സ് പ്ലേസ് ടു ദ PNPN സ്ട്രക്ചർ. അപ്പം നമുക്ക് ഒരു 4 ലെയർ ഡയോഡായിട്ട് ഒരു PNPN സ്ട്രക്ചറിലായിരിക്കും നമുക്കതിൻ്റെ ട്രാൻസ്മിഷൻ കാണാനായിട്ട് സാധിക്കുക. അത് ഇവിടെ കടുത്തിട്ടുണ്ട്, ഒരു 2 സെനഡയോഡിനെ കണക്റ്റഡ് ബാക്ക് ടു ബാക്ക്. അപ്പോൾ ദേ ഇവിടെ കാണുന്നുണ്ടല്ലോ PNPN ഓർ NBN, അതായത് 4 ലെയർ ഡയോഡുള്ള ഒരു ട്രാൻസ്മിഷൻ സ്ട്രക്ചറാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. ഇനി ഒരു ഡയാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഡയാക് പെർഫോംസ് ലൈക്ക് ആൻ ഓപ്പൺ സർക്യൂട്ട് അണ്ടിൽ ഇറ്റ്സ് സ്വിച്ചിങ് ഈസ് എക്സീഡഡ്. അതായത് സ്വിച്ചിങ്ങിൻ്റെ സമയം നീളും തോറും ഡയാക്ക് എന്തായിട്ട് വർക്ക് ചെയ്യും? ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് പ്രവർത്തിക്കും. അറ്റ് ദാറ്റ് പൊസിഷൻ ദ ഡയാക് പെർഫോംസ് അണ്ടിൽ ഇറ്റ്സ് കറണ്ട് ഡിക്രീസസ് ടുവേർഡ്സ് 0. അതായത് ആ പൊസിഷനിൽ ഇരിക്കുമ്പോഴത്തേക്ക് അറ്റ് ദാറ്റ് പൊസിഷൻ ദ ഡയാക് പെർഫോംസ് അണ്ടിൽ ഇറ്റ്സ് കറണ്ട് ഡിക്രീസസ് ടുവേർഡ്സ് 0. അതായത് കറണ്ട് 0 ആകുന്നതിനും വരെ ഡയാക്ക് ആ കണ്ടീഷനിൽ തന്നെ നിലകൊള്ളും. Because of its abnormal construction, doesn't switch sharply into low voltage condition at a low current level like triac or SCR. അതായത് because of its abnormal construction does not switch sharply into low voltage condition at a low current level like triac or SCR. അതായത് ഇതിൻ്റെ പ്രത്യേകമായിട്ടുള്ള നിർമ്മിതി മുഖേന ഇത് ലോ വോൾട്ടേജ് കണ്ടീഷനിലേക്ക് ഇത് ഷാർപ്പായിട്ട് സ്വിച്ചായിട്ട് പോകാനുള്ള സാധ്യത വരികയുള്ളൂ. അതായത് ഒന്നുകൂടെ പറഞ്ഞു തരാം. ആദ്യത്തെ ഇതിലെന്താ, അതായത് സ്വിച്ചിങ്ങിൻ്റെ സമയം നീളുന്തോറും ഇതൊരു ഓപ്പൺ സർക്യൂട്ടായിട്ട് പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ആ സമയം അതായത് ആ കണ്ടീഷൻ, അതായത് കറണ്ട് 0 ആവുന്നതിനും വരെ ആ കണ്ടീഷനിൽ തന്നെ നിലകൊള്ളും. അടുത്ത നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ അബ്നോർമൽ കണ്ടീഷൻ മുഖേന ഇത് എന്താ SCR അല്ലെങ്കിൽ ട്രയാക്കിലെ പോലെ കറണ്ട് ലെവൽ നോക്കാതെ ഇത് ലോ വോൾട്ടേജ് കണ്ടീഷനിലേക്ക് പതുക്കെ മാത്രമേ, അതായത് പോകാനുള്ള സാധ്യത വളരെ കുറവുണ്ട്. ഡസ് നോട്ട് സ്വിച്ച് ഷാർപ്പ്ലി, വളരെ കുറഞ്ഞ ഷാർപ്പായിട്ടേ പോവുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് ബിക്കോസ് ഓഫ് ഇറ്റ്സ് അബ്നോർമൽ കൺസ്ട്രക്ഷൻ ഡസ് നോട്ട് സ്വിച്ച് ഷാർപ്പ്ലി ഇൻ ടു ലോ വോൾട്ടേജ് കണ്ടീഷൻ അറ്റ് ലോ കറണ്ട് ലെവൽ ലൈക്ക് SCR ഓർ ട്രയാക്ക്. അതായത് ഡസ് നോട്ട് സ്വിച്ച് ഷാർപ്പ്ലി ഇൻ ടു ലോ വോൾട്ടേജ് കണ്ടീഷൻ. അതാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം. വൺസ് ഇറ്റ് ഗോസ് ഇൻ ടു ട്രാൻസ്മിഷൻ, അതായത് ഒരു ട്രാൻസ്മിഷനിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഡസ് നോട്ട് സ്വിച്ച് ഷാർപ്പ്ലി ഇൻ ടു ലോ വോൾട്ടേജ് കണ്ടീഷൻ, അതായത് ലോ വോൾട്ടേജ് കണ്ടീഷനിലേക്ക് പെട്ടെന്ന് ഷാർപ്പായിട്ട് ഡസ് നോട്ട് സ്വിച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. ദ ഡയാക് പ്രിസർവ് ആൻ ഓൾമോസ്റ്റ് കണ്ടിന്യൂസ് നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഇത് സാധാരണ കാണിക്കുന്ന ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദാറ്റ് മീൻസ് വോൾട്ടേജ് റെഡ്യൂസസ് വിത്ത് ദ എൻലാർജ് ഇൻ കറണ്ട്. അതായത് കറണ്ട് കൂടുന്നതിനനുസരിച്ച്, കറണ്ട് എൻലാർജ് ചെയ്യുന്നതിനനുസരിച്ച് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യപ്പെടും. ദിസ് മീൻസ് ദാറ്റ് അൺലൈക്ക് ദ ട്രയാക് ആൻഡ് SCR ദ ഡയാക് cannot be estimated to maintain in low voltage drop until its current falls below the level of holding current. അതാണ് അവിടുത്തെ എടുത്തു പറയുന്ന പ്രത്യേകത. അതായത് എന്താണ്, അൺലൈക്ക് ദ ട്രയാക്ക് ആൻഡ് SCR, അതായത് ട്രയാക്ക് അല്ലെങ്കിൽ SCRനെ പോലെ അല്ലെങ്കിൽ അതിൽ നിന്ന് വ്യത്യസ്തനായിട്ട് ദ ഡയാക് cannot be estimated to maintain low voltage drop. അതായത് ലോ വോൾട്ടേജ് ഡ്രോപ്പിനോട് അത് മെയിൻറ്റെയിൻ ചെയ്യൂല. അണ്ടിൽ ഇറ്റ്സ് കറണ്ട് ഫോൾസ് ബിലോ ദ ലെവൽ ഓഫ് ഹോൾഡിംഗ് കറണ്ട്. അതിൻ്റെ ഹോൾഡിംഗ് കറണ്ടിനേക്കാളും താഴ്ന്ന ലെവലിൽ എത്തുന്നിടം വരെ ഇത് ലോ വോൾട്ടേജ് ഡ്രോപ്പിനോട് എസ്റ്റിമേറ്റ് ചെയ്യൂല. അതായത് ഒന്നുകൂടെ പറഞ്ഞുതരാം. The diode performs like an open circuit until its switching is exceeded. അതായത് സ്വിച്ചിങ് നീളുന്തോറും ഡയാക് ഒരു ഓപ്പൺ സർക്യൂട്ടായിട്ട് പ്രവർത്തിക്കും. At that position the diode performs until its current decreases towards 0. അതായത് കറണ്ട് 0 ആകുന്നിടം വരെ ഡയാക് ആ പൊസിഷനിൽ തന്നെ നിലകൊള്ളും. ബിക്കോസ് ഓഫ് ഇറ്റ്സ് അബ്നോർമൽ കൺസ്ട്രക്ഷൻ ഡസൻറ്റ് സ്വിച്ച് ഷാർപ്പ്ലി ഇൻ ടു ലോ വോൾട്ടേജ് കണ്ടീഷൻ അറ്റ് എ ലോ കറണ്ട് ലെവൽ ലൈക്ക് SCR ആൻഡ് ട്രയാക്ക്. അതായത് SCRലും ട്രയാക്കിലും ലോ കറണ്ടിൽ സംഭവിക്കുന്നത് പോലെ ഈ ഡയാക്കിൻ്റെ കൺസ്ട്രക്ഷൻ അബ്നോർമൽ ആയതുകൊണ്ട്, അതായത് ലോ വോൾട്ടേജ് കണ്ടീഷനിലേക്ക് ഇത് ഷാർപ്പായിട്ട് സ്വിച്ച് ചെയ്യാനുള്ള സാധ്യത വളരെ കുറവാണ്. Once it goes into transmission,
The diac preserves an almost continuous negative resistance characteristics. അതായത് ഇത് സാധാരണ ഇത് ഒരു നെഗറ്റീവ് റെസിസ്റ്റൻസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കാണിക്കുന്നത് എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ വോൾട്ടേജ് റെഡ്യൂസസ് വിത്ത് എൻലാർജ് ഇൻ കറണ്ട്. കറണ്ട് എൻലാർജ് ചെയ്യുന്നതനുസരിച്ച് വോൾട്ടേജ് റെഡ്യൂസ് ചെയ്യപ്പെടും. അതിനർത്ഥം ദിസ് മീൻസ് ദാറ്റ് അൺലൈക്ക് ദ ട്രയാക് ആൻഡ് SCR the diac cannot be estimated to maintain low voltage drop until its current falls below the level of holding current. അതായത് ഹോൾഡിംഗ് കറണ്ടിന് താഴെ ആകുന്നത് വരെ ഈ ലോ വോൾട്ടേജ് ഡ്രോപ്പിനെ നോഡ് ഈ ഡയാക്ക് എന്ന് പറയുന്ന കമ്പോണൻറ്റ് എസ്റ്റിമേറ്റ് ചെയ്യാൻ കൂട്ടാക്കുകയില്ല എന്നുള്ളതാണ്. അപ്പോൾ അതാണ് ഡയാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. VI ക്യാരക്ടറിസ്റ്റിക്സ് ഇവിടെ കാണിച്ചിട്ടുണ്ട് ഇസഡിൻ്റെ ഷേപ്പിലാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഓഫ് സ്റ്റേറ്റ്, അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ ഓഫ് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ ഓൺ സ്റ്റേറ്റ് ഫോർ പോസിറ്റീവ് സൈക്കിൾ, സ്വിച്ചിങ് ഓർ ബ്രേക്ക് ഓവർ വോൾട്ടേജ് എല്ലാം നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാബിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചെയ്യുമ്പോഴായിരിക്കും ഈ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യുന്നതും കറണ്ടിൻ്റെ ഇൻക്രീസും ഒക്കെ എങ്ങനെയാണെന്ന് നമുക്ക് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ കഴിയുക. തൽക്കാലം നിങ്ങൾ ഈ VI പ്ലോട്ട് നോക്കി മനസ്സിലാക്കുക. അപ്പം ഡയാക്കിനെ കണ്ടു, ഡയാക്കിൻ്റെ കൺസ്ട്രക്ഷൻ മനസ്സിലായി, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് മനസ്സിലായി. അടുത്ത രണ്ടാമത്തെ കമ്പോണൻ്റ് ആണ് ട്രയാക്ക് എന്ന് പറഞ്ഞാൽ ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഫുൾ ഫോം എന്നാണ്? ട്രയോഡ് ഫോർ ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. നമുക്കതിൻ്റെ കൺസ്ട്രക്ഷൻ എന്താണെന്ന് നോക്കാം. കൺസ്ട്രക്ഷൻ ആൻഡ് ഓപ്പറേഷൻ ഓഫ് ട്രയാക്ക്. Triac is a 3-terminal device and the terminals of the triac are MD1, MD2 and gate. അതായത് ട്രയാക്ക് ഒരു 3 ടെർമിനൽ ഒരു ഡിവൈസാണ്. 3 ടെർമിനൽ യഥാക്രമം ഏതൊക്കെയാണ്? MD1, MD2 and gate. അതായത് മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2 and gate. Here the gate terminal is the control terminal. എല്ലാ കമ്പോണൻറ്റ് SCRലും എല്ലാം നമ്മൾ കണ്ടാണ് ഗേറ്റ് എന്ന് പറയുന്നത് കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ട്രയാക്കിലും ഗേറ്റ് എന്ന് പറയുന്നതാണ് കൺട്രോൾ ടെർമിനലായിട്ട് പ്രവർത്തിക്കുന്നത്. The flow of current in the triac is bidirectional. That means current can flow in both direction. അതായത് കറണ്ട് ഫ്ലോ എന്ന് പറയുന്നത് ബൈഡയറക്ഷനിലാണ്. അതായത് അതിനർത്ഥം എന്താ? കറണ്ട് രണ്ട് ഡയറക്ഷനിലേക്കും ഫ്ലോ ചെയ്യും എന്നുള്ളത് തന്നെയാണ്. The structure of triac is shown in the given below figure. Structure നമുക്ക് താഴെ കാണാം. Here in the structure of triac, 2 SCRs are connected in the anti-parallel and it will act like a switch for both directions. അതായത് രണ്ട് SCRനെ ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നതായിട്ടായിരിക്കും നമ്മൾ അതിൻ്റെ സ്ട്രക്ചർ കാണപ്പെടുക. In the above structure, the MD1 and gate terminal are near to each other. MD1ഉം ഗേറ്റും പരസ്പരം അടുത്തിരിക്കുന്ന ഘടനയാവും ഉണ്ടാവുക. When the gate terminal is open, the triacs will obstruct both the polarities of the voltage across MD1 and MD2. അതായത് ഗേറ്റ് ടെർമിനൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ MD1ലൂടെയും MD2യിലൂടെയുമുള്ള പൊളാരിറ്റീസിനെ, അതായത് രണ്ട് പൊളാരിറ്റീസിനെ, അതല്ലേ രണ്ട് പൊളാരിറ്റിയിലൂടെയും വരുന്ന വോൾട്ടേജിന് ട്രയാക്ക് അങ്ങ് ഒബ്സ്ട്രക്റ്റ് ചെയ്യും. അപ്പോൾ ട്രയാക്ക് എന്ന് പറയുന്ന ഒരു 3 ടെർമിനൽ ഡിവൈസാണ്. ടെർമിനൽ യഥാക്രമം ഏതൊക്കെയാണ്? MD1, അതായത് മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2, ഗേറ്റ് ആണ്. രണ്ട് ഡയറക്ഷനിലും കറണ്ട് ഫ്ലോ ഉണ്ടാകും. ഗേറ്റ് ആണ് കൺട്രോളിങ്ങിന് ഉപയോഗിക്കുന്നത്. പിന്നെ രണ്ട് SCRനെ പരസ്പരം ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്ത ഘടനയായിരിക്കും ട്രയാക്കിനുണ്ടായിട്ടുണ്ടാവുക. അതായത് മെയിൻ ടെർമിനൽ 1ഉം ഗേറ്റും പരസ്പരം അടുത്തിരിക്കുന്ന രീതിയിലായിരിക്കും കാണുന്നത്. അതുപോലെ തന്നെ ഗേറ്റ് ടെർമിനൽ ഓപ്പൺ ആയിരിക്കുമ്പോൾ, അതായത് മെയിൻ ടെർമിനൽ 1ലൂടെയും മെയിൻ ടെർമിനൽ 2ലൂടെയുമുള്ള വോൾട്ടേജിനെ ട്രയാക്ക് ഒബ്സ്ട്രക്റ്റ് ചെയ്യും. ഇതാണ് അതിൻ്റെ ബേസിക് സ്ട്രക്ചർ. കാണാമല്ലോ നിങ്ങൾക്ക്. അതായത് മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2, അതായത് മെയിൻ ടെർമിനൽ 1, മെയിൻ ടെർമിനൽ 2, മെയിൻ ടെർമിനൽ 1ഉം ഗേറ്റും കൂടെ അടുത്തടുത്താണ് ഇരിക്കുന്നത്. ഇത് നേരെ ഓപ്പോസിറ്റ് പൊളാരിറ്റിയിലായിരിക്കും. PN സ്ട്രക്ചറാണ്. കാണാമല്ലോ നിങ്ങൾക്ക്. അതിൻ്റെ ഇക്വലൻറ്റ് സർക്യൂട്ടാണ്. അത് ഇലക്ട്രിക്കൽ ഇക്വലൻറ്റ് സർക്യൂട്ടാണ് ഇപ്പുറത്ത് നമ്മളെ കാണിച്ചിരുന്നത്. രണ്ട് SCRനെ ഇവിടെ ഒരു SCR1ഉം SCR2ഉം ആൻറ്റി പാരലായിട്ട് കണക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നുള്ള രീതിയാണ്. ക്ലിയർ ആയല്ലോ? അടുത്തത് ട്രയാക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. The triac is designed with 2 SCRs which are fabricated in the opposite direction in a crystal.
The track is designed with the two SCR which are fabricated in the opposite direction in a crystal. അതായത് ട്രാക്ക് എങ്ങനെയാണ് ഡിസൈൻ ചെയ്യപ്പെട്ടിട്ടുള്ളത്? രണ്ട് SCRനെ ഒരു ക്രിസ്റ്റലിനുള്ളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള രീതിയാണ് ട്രയാക്കിനുള്ളത്. Operating characteristics of triac in the first and third quadrant are similar but for the direction of flow of current and applied voltage. അതായത് ഞാനിതൊന്ന് എടുത്ത് കാണിക്കാം. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും തേർഡ് ക്വാഡ്രൻറ്റിലും ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് സിമിലർ ആണ്. പക്ഷേ കറണ്ടിലും ഫ്ലോ ഓഫ് കറണ്ടിലും അപ്ലൈഡ് വോൾട്ടേജിലും വ്യത്യാസം ഉണ്ടായിരിക്കും. അതായത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലും തേർഡ് ക്വാഡ്രൻറ്റിലും ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് സിമിലർ ആണെങ്കിലും ഫ്ലോ ഓഫ് കറണ്ടിലും അപ്ലൈഡ് വോൾട്ടേജിലും വ്യത്യാസമുണ്ടാകും. ദ VI characteristics of triac is the best in the first and third quadrants are basically equal to those of an SCR in the first quadrant. അതായത് ഒരു ട്രയാക്കിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റിലും തേർഡിലും നോക്കുമ്പോഴത്തേക്ക് അതെന്ന് പറയുന്ന VI ക്യാരക്ടറിസ്റ്റിക്സ് SCRൻ്റെ ഫസ്റ്റ് ക്വാഡ്രൻറ്റിലെ ക്യാരക്ടറിസ്റ്റിക്സിനോട് സിമിലർ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഫങ്ഷൻ വിത്ത് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഗേറ്റ് കൺട്രോൾ വോൾട്ടേജ് ബട്ട് ഇൻ എ typical operation generally the gate voltage is positive in first quadrant and negative in the third quadrant. അതായത് ഫംഗ്ഷൻ ചെയ്യുന്നത് എപ്പോഴായിരിക്കും? ഗേറ്റ് കൺട്രോൾ പോസിറ്റീവ് ആയിരിക്കുമ്പോഴും നെഗറ്റീവ് ആയിരിക്കുമ്പോഴും ഇത് ഫംഗ്ഷൻ ചെയ്യും. പക്ഷേ ഗേറ്റ് വോൾട്ടേജ് ഈസ് but in typical operation generally the gate voltage is positive in the first quadrant and negative in the third quadrant. അതായത് ഗേറ്റ് കൺട്രോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇത് വർക്ക് ചെയ്യപ്പെടുമെങ്കിലും സാധാരണ ഒരു ഓപ്പറേഷനിൽ ഫസ്റ്റ് ക്വാർട്ടറിൽ ഗേറ്റ് വോൾട്ടേജ് പോസിറ്റീവ് ആയിരിക്കുകയും തേർഡ് ക്വാർട്ടറിൽ ഗേറ്റ് വോൾട്ടേജ് നെഗറ്റീവ് ആയിരിക്കുകയും വേണമെന്നുള്ളതാണ്. ദ സപ്ലൈ വോൾട്ടേജ് ഓഫ് ദ ട്രയാക്ക് ടു സ്വിച്ച് ഓൺ ഡിപ്പെൻഡ് അപ്പോൺ ദ ഗേറ്റ് കറണ്ട്. അതായത് ഒരു ട്രയാക്ക് സ്വിച്ച് ഓൺ ആകാനുള്ള സപ്ലൈ വോൾട്ടേജ് തീരുമാനിക്കപ്പെടുന്നത് ഗേറ്റ് കറണ്ടിനെ ആശ്രയിച്ചിരിക്കും. ദിസ് അലൗസ് യൂട്ടിലൈസിങ് എ ട്രയാക്ക് to regulate AC power in a load from 0 to full power in a smooth and permanent manner with no loss in the device control. അതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത എന്നുള്ളത്. അതായത് സപ്ലൈ വോൾട്ടേജ് ഓഫ് ദ ട്രാക്ക് ടു സ്വിച്ച് ഓൺ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഗേറ്റ് കറണ്ട്. ഗേറ്റ് കറണ്ടിനെ ആശ്രയിച്ചായിരിക്കും ട്രാക്കിന് സ്വിച്ച് ഓൺ ആവാനുള്ള സപ്ലൈ വോൾട്ടേജ് എത്രയാണെന്നുള്ളത് തീരുമാനിക്കപ്പെടുന്നത്. അതിൻ്റെ ഫലമായിട്ട് ദിസ് അലൗസ് യൂട്ടിലൈസിങ് എ ട്രാക്ക് ടു റെഗുലേറ്റ് AC പവർ ഇൻ എ ലോഡ് ഫ്രം 0 to full power in a smooth and permanent manner. ഈ രീതിയിലായിരിക്കും ഒരു ലോഡിൽ നിന്നുള്ള AC പവറിനെ സീറോയിൽ നിന്ന് ഫുൾ പവറിലേക്ക് സ്മൂത്തായിട്ട് നമുക്ക്, അതായത് ഒരു നഷ്ടവും കൂടാതെ സ്മൂത്തായിട്ട് നമുക്ക് റൺ ചെയ്ത് അതിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് മനസ്സിലായല്ലോ. അതായത് ഇതാണ് അതിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ്. ഫസ്റ്റ് ക്വാർട്ടറിലും ഫസ്റ്റ് ക്വാർട്ടറിൻ്റെയും തേർഡ് ക്വാർട്ടറിൻ്റെയും സിമിലർ ആണ് എന്നാണ് കണ്ടത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറഞ്ഞു തരാം. ട്രാക്ക് ഈസ് ഡിസൈൻ വിത്ത് 2 SCRs which are fabricated in the opposite direction in a crystal. ഒരു ക്രിസ്റ്റലിൽ 2 SCR ഓപ്പോസിറ്റ് കണക്ഷനിൽ പാരലായിട്ട് കണക്ട് ചെയ്താൽ എങ്ങനെയാണോ ആ രീതിയായിരിക്കും ട്രയാക്കിനുള്ളത്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ട്രയാക്ക് ഇൻ ദ ഫസ്റ്റ് ആൻഡ് തേർഡ് ക്വാർട്ടറിൽ ആർ സിമിലർ ബട്ട് ഫോർ ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് കറണ്ട് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ്. ഓപ്പറേറ്റിംഗ് ക്യാരക്ടറിസ്റ്റിക്സ് ഫസ്റ്റിലും തേർഡിലും സിമിലർ ആണെങ്കിലും ഫ്ലോ ഓഫ് കറണ്ടിൻ്റെ ഡയറക്ഷനിലും അപ്ലൈഡ് വോൾട്ടേജിലും വ്യത്യാസം ഉണ്ടാവും. The VI characteristics of triac in the first and third quadrant are basically equal to those of an SCR in the first quadrant. അതായത് ഫസ്റ്റ് ക്വാർട്ടറിലും തേർഡ് ക്വാർട്ടറിലുമുള്ള ട്രയാക്കിൻ്റെ VI ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് SCRൻ്റെ ഫസ്റ്റ് ക്വാർട്ടറിലെ VI ക്യാരക്ടറിസ്റ്റിക്സിനോട് ഈക്വൽ ആയിരിക്കും. ഇറ്റ് ക്യാൻ ബി ഫങ്ഷൻ വിത്ത് ഐദർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഗേറ്റ് കൺട്രോൾ വോൾട്ടേജ് ബട്ട് ഇൻ ടിപ്പിക്കൽ ഓപ്പറേഷൻ ജനറലി ദ ഗേറ്റ് വോൾട്ടേജ് ഈസ് പോസിറ്റീവ് ഇൻ ദ ഫസ്റ്റ് ക്വാർട്ടർ ആൻഡ് നെഗറ്റീവ് ഇൻ ദ തേർഡ് ക്വാർട്ടർ. അതായത് ഗേറ്റ് കൺട്രോൾ നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും വർക്ക് ചെയ്യപ്പെടുമെങ്കിലും ഒരു സാധാരണ ഓപ്പറേഷനിൽ ഗേറ്റ് വോൾട്ടേജ് ഫസ്റ്റ് ക്വാർട്ടറിൽ പോസിറ്റീവ് ആയിരിക്കുകയും തേർഡ് ക്വാർട്ടറിൽ നെഗറ്റീവ് ആയിരിക്കുകയും വേണം. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഗേറ്റ് കറണ്ടിനെ ആശ്രയിച്ചായിരിക്കും ട്രാക്ക് സ്വിച്ച് ഓൺ ആവാനുള്ള സപ്ലൈ വോൾട്ടേജ് കൊടുക്കുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് നമുക്ക് ട്രാക്കിനെ റെഗുലേറ്റ് ചെയ്യാം, AC പവറിനെയൊക്കെ, അതായത് സീറോയിൽ നിന്ന് ഫുൾ ലോഡിലേക്ക് എത്തിക്കാൻ വേണ്ടി സ്മൂത്തായിട്ട് ഒരു നഷ്ടവും കൂടാതെ
സ്മൂത്തായിട്ട് സീറോയിൽ നിന്ന് ഫുൾ ലോഡിലേക്ക് നമുക്ക് റെഗുലേറ്റ് ചെയ്യാനായിട്ട് ട്രയാക്കിനെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ലാസ്റ്റായിട്ട് നമുക്ക് കാണാൻ പോകുന്നത് ഇന്ന് നമ്മൾ കണ്ട 2 കമ്പോണൻറ്റിൻ്റെയും കൺക്ലൂഷനാണ്. Thus, this is all about the difference between DIAC and TRIAC working and its characteristics. നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാക്കണം. After all the discussion in the above, finally we can conclude that DIAC and TRIAC are very useful for the applications of power electrons for the purpose of controlling. അപ്പോൾ ഇപ്പോൾ കണ്ടത് നമ്മൾ ഡയാക്കിൻ്റെ ആണെങ്കിലും ട്രയാക്കിൻ്റെ ആണെങ്കിലും കൺസ്ട്രക്ഷനും ക്യാരക്ടറിസ്റ്റിക്സും കണ്ടു. പക്ഷേ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാകുന്നത് പവർ ഇലക്ട്രോണിക്സിൽ നമുക്ക് ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ഘടകമാണ്. 2 ഘടകങ്ങളാണ്. ഏതൊക്കെ? ട്രയാക്കും ഡയാക്കും എന്നുള്ളതാണ്. അതായത് കൺട്രോളിങ്ങിനാണ് ഉപയോഗിക്കുന്നത്. വി ഹോപ്പ് ദാറ്റ് യു ഹാവ് ഗോട്ട് ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദിസ് കൺസെപ്റ്റ്. ഞാൻ വിചാരിക്കുന്നു ഈ കൺസെപ്റ്റ് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് മനസ്സിലായി എന്നുള്ളത്. അപ്പം നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് കമ്പോണൻറ്റ് എന്ന ചാപ്റ്റർ ഇവിടെ തീർന്നിരിക്കുകയാണ്. 2 വോളിയമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അത് പ്രസൻറ്റ് ചെയ്തത്. കാര്യങ്ങളൊക്കെ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഓക്കെ, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.